ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ബൊന്നൂസ് കലോറിയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ചേരുവകളൊക്കെ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സവോള എടുത്ത് വെച്ചിട്ടുണ്ട്, 4 വത്തൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളിപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണത്, അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടുണ്ട്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ പൊരിക്കടല, ഇതൊരു 2 സ്പൂണുണ്ട്. വത്തൽമുളകും ഞാൻ ചെറുതായിട്ട് ചൂടാക്കി എടുത്തതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വത്തൽമുളകും തക്കാളിപ്പഴവും മുളക് പൊടിയും പൊരിക്കടലയും കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കണം. ഇനി നമുക്ക് ഈ സവോള നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ സവോള ഇവിടെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ അകത്ത് ചേരുവകളെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് നമുക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവോള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സവോള നന്നായി ഒരു ബ്രൗൺ കളറൊക്കെ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. സവോള നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ സവോളയും ഉപ്പുമൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ സവോള ഇവിടെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തൊരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ സവോള ഇവിടെ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് അടുത്തായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതും കൂടെ നമുക്ക് ഈ സവോളയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പൊടികളെല്ലാം സവോളയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സവോളയൊക്കെ നന്നായിട്ട് മുട്ടയെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. അപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് മുട്ടയെ നന്നായിട്ട് വരണ്ട് വരും. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ ജസ്റ്റ് ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി വേണ്ടത് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റാണ്. അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പേസ്റ്റ് ഈ മുട്ടയും നന്നായിട്ട് പിടിക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. തക്കാളിപ്പഴത്തിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. പച്ചമണം മാറിയാൽ മാത്രമേ അതിന് ശരിയായ ടേസ്റ്റ് വരത്തുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളമാണ്. അത് ഞാൻ ഈ പേസ്റ്റ് അരച്ച അരപ്പ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത്രയും വെള്ളം തന്നെ ധാരാളമായിട്ട് മതിയാവും. അപ്പോൾ നമുക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഗ്രേവിയൊക്കെ എല്ലാം നന്നായിട്ട് മുട്ടയെ പിടിക്കുന്ന പോലെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ മുട്ടയെ നന്നായിട്ട് പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ച 2 പച്ചമുളക് അരിഞ്ഞത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെല്ലാം കൂടെ നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോ എല്ലാം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം.